ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ തീരെ താല്പര്യമില്ല, എങ്ങനെയാലും ഇവിടെ പിടിച്ചു തന്നേ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്കും ചിലർക്കാണേലും ഒരു എന്നാ അവൻ ഇവിടുന്നല്ലേ പോയെ, ഇന്ത്യനെ അവൻ അത്രയ്ക്ക് ഇതായിട്ടാണോ കാണുന്നത് എന്നൊക്കെയുള്ളൊരു തോന്നല് വരാനുള്ള സാധ്യതയില്ലേ? സാധ്യതയല്ല, തോന്നും. അതൊക്കെ പോയിന്റുകളല്ല, പിന്നെ പറയുമ്പോ അതൊന്നും വന്നില്ല, പിന്നെ റീഷൂട്ട് ചെയ്യാൻ പറ്റൂല്ലോ. ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മാറ്റീസ് ഹൈവേ വ്ലോഗ്സ്. ഇന്നലെ ആയിരുന്നു നമ്മുടെ ഡേറ്റണിലെ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം കേട്ടോ. ഡെലിവറി കഴിഞ്ഞ വഴി തന്നെ അന്നത്തെ ദിവസം ഫുള്ള് ലേവർ ആയിരുന്നു. വൈകിട്ടായപ്പോൾ നമ്മളോട് LAയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു മൂഡിലായതുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ലോസ് ആഞ്ചലസിൽ കിടപ്പുണ്ട്. ലോസ് ആഞ്ചലസിൻ്റെ അടുത്തുള്ള ബാർസ്റ്റോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ട്രക്ക് സ്റ്റോപ്പിലാണ് നമ്മൾ കിടക്കുന്നത്. കാരണം ഈ ബാർസ്റ്റോയിലാകുമ്പോൾ നമുക്ക് ലൗസ് കിട്ടും, ഷവറും നമ്മുടെ കോഫിയെല്ലാം നമുക്ക് ഫ്രീ ആണ്. അതോടൊപ്പം തന്നെ പാർക്കിങ്ങിന് ഫീസില്ല. അതേസമയം കുറച്ചുകൂടെ ഇൻറ്റീരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം പാർക്കിങ്ങിന് ഭയങ്കര ചാർജ് ആട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കിടന്നിട്ട് ലോഡ് വരുമ്പോൾ പോകുന്നത്. അപ്പോൾ എന്തായാലും രാവിലെ നമുക്ക് ലോഡ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് 100 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ് എടുക്കാൻ വേണ്ടി. നമുക്ക് അങ്ങോട്ട് പോകാം. പിക്കപ്പ് എല്ലാം എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നീട് പറയാം. അമേരിക്കയിൽ ഇതുപോലെ ഓവർനൈറ്റ് വണ്ടി ഇതുപോലെ റാൻഡമായിട്ട് പാർക്ക് ചെയ്തിട്ട് കിടക്കുമ്പോൾ ഉണ്ടല്ലോ, എപ്പോഴും നമ്മൾ രാവിലെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് മിക്കവാറും ട്രെയിലറിൽ സീലില്ല. സീലുണ്ടെന്നുണ്ടെങ്കിൽ സീല് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ട്രെയിലർ തുറന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. സീലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അത് തുറന്ന് നോക്കണം. ഇനിയിപ്പോൾ ട്രെയിലറിൽ സീലുണ്ടെങ്കിൽ തന്നെ ട്രക്കിൻ്റെ അടിയിലും, അതായത് അതിൻ്റെ അകത്ത് ചില സ്പോട്ടുകളൊക്കെ ഉണ്ട് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ അവിടെ എല്ലാം നോക്കി വല്ല ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് വല്ല ഒരു ഹൈഡിങ് ഉണ്ടോ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലൊക്കെ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം. അത് നമ്മൾ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് റോഡിൽ വെച്ച് എങ്ങാനും ഇൻസ്പെക്ഷൻ്റെ സമയത്ത് അവർ കണ്ടുപിടിച്ചാൽ ഇത് വലിയ വിഷയമായിട്ട് മാറും. എന്തായാലും നമ്മുടെ ട്രെയിലർ ഇപ്പോൾ സേഫാണ്. അമേരിക്കയിൽ എല്ലായിടത്തും ഇതുണ്ടെങ്കിലും പ്രത്യേകിച്ച് നെവാഡ, അരിസോണ, കാലിഫോർണിയ ഒക്കെ പോലെയുള്ള നമ്മുടെ ബോർഡർ സ്റ്റേറ്റുകളുണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും പോകുന്നതിന് മുമ്പേ നമുക്ക് ലൗസിൽ തന്നെയല്ല കിടക്കുന്നത്, ഒരു കാപ്പി എടുത്തിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ അതൊരു ആശ്വാസമായിരിക്കും. വിൻഷീൽഡ് ഒന്ന് ക്ലീൻ ആക്കിയേക്കാം. നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം കാണിക്കാറുള്ള കാജൂൻ പാസ് എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. ഒരു ചെറിയ ചുരം, നമ്മുടെ വയനാട് ചുരമൊക്കെ പോലെ. ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇവിടെ നിന്നാണ് എല്ലായിടം മെയിൻ ഏരിയയിലേക്ക് തിരിയുന്നതും സാന്റിയാഗോയിലേക്കുള്ള തിരിയലും എല്ലാം വരുന്ന ഡീവിയേഷൻസ് ഉള്ളത്. അങ്ങനെ നമ്മൾ പിക്കപ്പ് എടുക്കുന്ന വെയർ ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. Come in and pull off to the right hand side right here, and then walk up this ramp that's right here on the left when you come in. Okay. So you're going to park here, walk in here, go to the fence, and they'll tell you what dock door to back into. Sure. Thank you. അല്ല, നമ്മൾ സെക്യൂരിറ്റിയുടെ അടുത്ത് നമ്മുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്ത് ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അകത്ത് കയറി ചെക്ക് ഇൻ ചെയ്യണം. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. അങ്ങനെ തന്നെ നമ്മൾ പിക്കപ്പ് എടുക്കാനുള്ള ഡോക്കിൽ ബാക്കപ്പ് ചെയ്തു. ഇനി ലോഡും എടുത്ത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാം. ഏകദേശം ഉച്ചയായി ഇവിടെ കേട്ടോ. ഞാൻ ആറ്റിറ്റ്യൂഡ് കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഓക്കെ, സെറ്റ്. അപ്പൊ ഗൈസ്, നമ്മുടെ കഥ പറച്ചിലുമായിട്ട് വീണ്ടും നമ്മൾ വരുമ്പോഴത്തേക്കും ഇതിപ്പോ നമ്മുടെ 2ാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ എടുത്ത ലോഡ് ഇച്ചിരി ഹൈ സെൻസിറ്റീവ് ലോഡായിരുന്നു.
എനിക്കൊന്ന് കമ്പ്യൂട്ടർ കോമ്പണൻസ് എടുത്തേക്കുന്നത് എന്തോ ഹൈ സ്പെക്കിലുള്ള കമ്പ്യൂട്ടർ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കാലിഫോർണിയയുടെ പുറത്തിറങ്ങുന്നതോടെ വരെ നമുക്ക് സെക്യൂരിറ്റി എസ്കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മര്യാദയ്ക്ക് നിർത്തി ഒരു ഷവർ എടുക്കാനോ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ടൈം സെൻസിറ്റീവ് ആയിരുന്നു കാലിഫോർണിയക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും പിന്നെ ക്ഷീണമായി, പിന്നീട് രാത്രിയായി. എന്നാൽ പിന്നെ ബാക്കി സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ അടുത്ത ദിവസം പറയാൻ നിർത്തും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ടൊറന്റോയ്ക്കുള്ള വഴിയിലാണ്. അപ്പോൾ ബൈ, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തുമ്പോഴത്തേക്കും നമ്മൾ UK വർക്ക് വിസയിൽ നിന്നുകൊണ്ട് കാനഡയ്ക്കുള്ള വിസ ആപ്ലിക്കേഷൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ നിർത്തിയത്. അതെ. അപ്പം അതിന്റെ കണ്ടിന്യൂഷൻ പറയുന്നതിന് മുമ്പ് ചില ക്ലാരിഫിക്കേഷൻസ് പറയാനുള്ളത് വേറൊന്നുമല്ല. നമ്മളാ മറ്റേ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ തീരെ താല്പര്യമില്ല, എങ്ങനെയാലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്കും ചിലർക്കാണേലും ഒരു എന്നാ അവൻ ഇവിടുന്നല്ലേ പോയെ, ഇന്ത്യനെ അവൻ അത്രയ്ക്ക് ഇതായിട്ടാണോ കാണണേ എന്നൊക്കെയുള്ളൊരു തോന്നല് വരാനുള്ള സാധ്യതയില്ലേ? സാധ്യതയല്ല, തോന്നും. അപ്പൊ ചിലരാണെ കമന്റ് ചെയ്യുകയും ചെയ്തു. അപ്പം അതിന് എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്തത്, അല്ല എന്തുകൊണ്ടായിരുന്നു ഞാൻ വെസ്റ്റ് ചൂസ് ചെയ്തത് എന്നുള്ള എല്ലാം ഇതിന്റെ മുന്നോട്ടുള്ള കഥകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറും. കാരണം എന്നാലല്ലേ നമ്മൾ എന്തിനാ വെറുതെ സ്ട്രഗിൾ ചെയ്തതെന്നുള്ള പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മള് കാനഡയിൽ നമുക്ക് പെർമനന്റ് ആയിട്ട് സെറ്റിൽ ആവാൻ എടുത്ത സ്ട്രഗിളുകളെ കുറിച്ചാണല്ലോ ഈ കഥ മുഴുവൻ. ഇപ്പം ഇന്ത്യയിലേക്ക് അങ്ങ് പിന്നെ തിരിച്ചു പോയെങ്കിൽ അതിന് സ്ട്രഗിൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ, ഇത്ര സ്ട്രഗിൾ ആണെങ്കിൽ. അപ്പൊ ബേസിക്കലി ഞാൻ നോക്കിയത് പോയി, ഇപ്പം എന്നെ പോലെ ഒരു സാധാരണക്കാരന് വിത്ത് സാധാരണ ഒരു ജോലിയും വെച്ചിട്ട് ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞുണ്ടല്ലോ പണിയെടുക്കുന്നതിന് കിട്ടുന്ന ശമ്പളം, അത് നല്ല രീതി ഞാൻ നോക്കിയിട്ട് വെസ്റ്റേൺ കൺട്രീസിലാണ് കിട്ടുന്നത്. അല്ല, അതിപ്പം ആര് നോക്കിയാലും ഇപ്പം എന്റെ പ്രൊഫഷൻ എടുക്കുവാണേലും ഞങ്ങൾക്കൊരു 40 രൂപ 50 രൂപ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സെക്കൻഡ് പ്ലാനെ കുറിച്ച് ചിന്തിക്കുകയില്ല, അല്ലേ? സത്യമായിട്ടും 40 രൂപ 50 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ മാനേജർമാർക്ക് കിട്ടുന്ന പൈസയായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പൊ ആ കാറ്റഗറിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അന്നേരം അതിനനുസരിച്ച് കാലം മാറി, അഫോർഡബിലിറ്റി മറ്റു പല ഘടകങ്ങളും മാറി. അല്ല എന്ന് വെച്ച് നമുക്ക് അല്ല ഒരു കണക്കിന് പറയുമ്പം വേറെ എല്ലാ പ്രൊഫഷനും അതിൻ്റെതായ കുറച്ചുകൂടെ സാലറി കൂടുതലുണ്ട്. അതെ, നഴ്സസിന് അത് ഭയങ്കര നിങ്ങൾക്കും അറിയാലോ, പ്രൊഫഷൻ ആയതുകൊണ്ട് പ്രൊഫഷൻസിന് ഇതുണ്ട്. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെന്റ്. അതെ. അപ്പം ഞാനതില് കണ്ട ഘടകങ്ങൾ ഇത്. ഇപ്പൊ റമദാനിന്ന് പ്രത്യേകിച്ച് ഒരു മാസത്തിൽ 1500 രൂപ ശമ്പളം മേടിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് എന്നെ ആവും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. പെട്രോൾ അടിക്കാൻ പോലും എന്തായാലും ഒന്ന് ആഴ്ചയിലൊന്ന് ഓഫ് കിട്ടുമ്പോ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാൻ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, യാതൊരു മാറ്റവും ഇല്ല. അവിടുന്ന് അക്കോമഡേഷനും ഫുഡും തരുന്നതുകൊണ്ട് ജീവിതം അങ്ങ് പോകുന്നു. അല്ലാതെ നമുക്ക് അതിൽ നിന്നൊരു മെച്ചം ഒരു കാര്യമില്ല. വീട്ടിലേക്ക് ഒരു കാര്യം, ഇപ്പം ഈ പൈസയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഞാൻ ബായിയോട് പറഞ്ഞിട്ടില്ലേ എന്റെ റമദയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എന്റെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം. കാരണം അവരൊന്നും 5 സ്റ്റാർ ഹോട്ടൽ എന്താന്നോ അല്ലെ മോൻ ജോലി ചെയ്യുന്ന ഹോട്ടൽ എന്താന്നോ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പം എന്റെ മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട് അവരെ ഒരു ദിവസം ഹോട്ടലിൽ കൊണ്ടുവന്ന് കാണിക്കണം, ഇതൊക്കെയാണ് സെറ്റപ്പ്, അവിടുന്ന് ഒരു നേരത്തെ ഒരു ഫുഡ് മേടിച്ചു കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും എന്റെ ഈ ശമ്പളം കൊണ്ടോ അല്ല എന്റെ വീട്ടിലത്തെ അന്നത്തെ സാമ്പത്തിക അവസ്ഥ കൊണ്ടോ ഒരിക്കലും അത് എനിക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് അങ്ങ് തള്ളി പോയി. കാരണം ഞാൻ എങ്ങനെയാ പറയണേ എന്നുള്ള രീതി അങ്ങ് പോയി. അപ്പൊ അത് എന്റെ ഫാമിലി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ദിവസം എന്നാ പറഞ്ഞ എന്റെ അമ്മച്ചിയും ആ സമയത്ത് ഞങ്ങളുടെ മഠത്തിലുണ്ടായിരുന്ന ഒരു സിസ്റ്റർ ഉണ്ട്, ഫ്രിസ്കാമ എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ പുള്ളിക്കാരി ഞങ്ങൾക്ക് ഒത്തിരി വലിയ സഹായമൊക്കെ ആയിരുന്നു ഞാൻ പഠിക്കാൻ നേരത്തൊക്കെ. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഇവനെ പഠിപ്പിച്ച് വലിയ ആളാക്കി ഇവനെ എറണാകുളത്ത് ഏതോ വലിയ ഹോട്ടലിലാണ് ജോലി ചെയ്യണമെന്നറിയാം. അപ്പൊ ഇത് എവിടെ ജോലി ചെയ്യണമെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയുടെ പുറത്ത് ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, എറണാകുളത്ത് വന്ന ഇവര് ഈ കലൂര് അന്തോണീസ് പുണ്യാളിന് ഒരു പള്ളിയുണ്ട്, സെയിന്റ് ആന്റണീസ്. അപ്പൊ അവിടെ പോകാന്നുള്ള രീതി വന്ന് അവര് സാധാരണ അവിടെ പോയിട്ട് പിന്നീട് എറണാകുളത്ത് ഇറങ്ങി ബസ് പിടിച്ച് കുമ്പളത്ത് വരുവേം ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഈ റമദാൻ ഹോട്ടലിന്റെ പുറത്ത് വന്നിട്ട് അവര് ഇതാണ് അകത്ത് കയറാനുള്ള പൈസ അവരുടെയിലും ഇല്ല. അപ്പൊ ഈ ഹോട്ടലിൽ അപ്പൊ ഓട്ടോക്കാരനോട് പറഞ്ഞു റമദാൻ പോണെന്ന് പറഞ്ഞോട് പോയി പുള്ളി അതിന്റെ പുറത്ത് കൊണ്ടുപോയി നിർത്തി. കാരണം അകത്തേക്ക് ഓട്ടോറിക്ഷ ഒന്നും വിടൂല, കാറുകൾ മാത്രമേ കയറ്റി വിടുള്ളൂ. അപ്പൊ അവിടെ പുറത്ത് പോയി നിന്ന് അവര് അതൊക്കെ കണ്ട് സന്തോഷമായിട്ട് അവര് തിരിച്ചു പോയി. അവരത് എന്നോട് പറഞ്ഞില്ല. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴും ഇങ്ങനെ സംസാരിച്ച് വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഞങ്ങൾ വന്നായിരുന്നു, ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞത്.
അപ്പൊ അതെനിക്ക് ഒത്തിരി വിഷമായി. പക്ഷെ വിഷമായെന്ന് പറഞ്ഞൊരു കാര്യമില്ല, എനിക്ക് അവരെ കൊണ്ടുപോകാനുള്ള കഴിവ് എനിക്കില്ല. വിഷമിച്ച് വീട്ടിൽ ഇരുന്ന് സങ്കടപ്പെടാനല്ലേ പറ്റുള്ളൂ. 1500 രൂപ കൊണ്ട് എന്ത് വരും? പക്ഷെ അതേ ഞാൻ അല്ല, അത് ആ ഒരു സാഹചര്യം കൂടാതെ പിന്നീട് പലരും നമ്മുടെ ആ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുകയും അവരുടെയൊക്കെ ബില്ലുകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഞാൻ എന്ത് ജീവിതമാണ് ജീവിച്ചോണ്ടിരിക്കുന്നത്. എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് ഇതുപോലത്തെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇത്രയും നമ്മുടെ 1 വർഷത്തെ 2 വർഷത്തേക്ക് സാലറി ആയിരിക്കും ഒരു നേരത്തെ ബില്ലൊക്കെ വരും അല്ലേ? ഇത്രയും പൈസ കൊടുത്ത് എനിക്ക് ഒരു നേരം എന്നെങ്കിലും കഴിക്കാൻ പറ്റുമോ? അങ്ങനെ മനുഷ്യരല്ലേ, ചിന്തിക്കൂല്ലേ? ഓരോ അതായത് നമ്മളെ പോലെ സിമിലർ സാഹചര്യത്തിൽ അല്ലെ സെയിം സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരെ എത്രമാത്രം ഡിഫറൻസിലാണ് ജീവിക്കുന്നതെന്നുള്ളത്, പൈസയുടെ വ്യത്യാസം. അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതേ ഞാൻ ഈ വിദേശത്തുണ്ടാക്കിയ പൈസ കൊണ്ട് എന്റെ അനിയത്തിക്ക് അന്ന് കൊടുക്കാൻ പറ്റാത്തത് അവളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുമരകത്തെ താജ് ഹോട്ടലിൽ കൊണ്ടുപോയായിരുന്നു അവർക്ക് ഹണിമൂൺ കൊടുത്തത്. അതെന്തുകൊണ്ടാണ് എനിക്ക് പറ്റിയത്? ഞാൻ വിദേശത്ത് വന്നോണ്ടാ, അല്ല ഞാൻ ഇവിടെ പണിയെടുത്തോണ്ടാവും. ഞാൻ ഒരു മലമറിക്കണ ജോലിയല്ല ചെയ്തത്, വെറും സാധാരണ ജോലി ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട്. അപ്പൊ അന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നത് എടി അപ്പൊ ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞു കൂട്ടത്തി ഞങ്ങള് ഈ സാധാരണ എന്നാന്ന് വെച്ചാൽ അന്നൊക്കെ ഈ പവർ കട്ട് ഉണ്ട്, 1/2 മണിക്കൂർ പവർ കട്ട് ഉണ്ടല്ലോ. അപ്പൊ പവർ കട്ട് വരുന്ന സമയത്ത് നമ്മളെല്ലാം പുറത്തിരിക്കും, പുറത്താ കാറ്റുള്ളൂ, അകത്ത് ഭയങ്കര ആവിയായിരിക്കുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോ നമുക്കൊന്നും ഇല്ലല്ലോ, അന്ന് നമ്മുടെ ഈ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും ഇരുന്ന് വർത്താനം പറയുമ്പോ ഇതുപോലെയാണ് അമ്മച്ചി ഇതുപോലെ വന്ന് ഹോട്ടലിൽ പോയി കണ്ട സാഹചര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര വിഷമായ ആ വിഷമത്തിന്റെ പുറത്ത് അപ്പം അനിയത്തിക്ക് പ്രോമിസ് ചെയ്തതാണ്, എന്തെങ്കിലും ഒരിക്കൽ നിന്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിന്നെ ഹണിമൂണിന് റമദ കൊണ്ടുപോകാന്ന്. അപ്പം ഇതുപോലെ അവര് ഹണിമൂണിന് പോകുമ്പോ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ പോയി താമസിക്കാൻ എന്ത് വില കൊടുത്തിട്ടായിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെ കാഷ്വലി അങ്ങ് സംസാരിച്ചു പോയതാ. ഞാൻ പിന്നെ അത് മറന്നുപോയി, കാലം കടന്നുപോയല്ലോ. പക്ഷെ അനിയത്തി മറന്നു പോയിട്ടില്ലായിരുന്നു, കാരണം അവള് അവളുടെ വിചാരം. അപ്പം കല്യാണാലോചനയൊക്കെ വരുമ്പോഴത്തേക്കും ഇവളുടെ മനസ്സിലുണ്ട്, നമ്മളെന്തിനാ കുറക്കണേ, ഹണിമൂൺ റമദ കൊണ്ടാന്ന് ഇടയെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതി ഇവള് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റായി വന്നപ്പോഴത്തേക്കും പിന്നെ പോലെ ഈ സമുദായം ചേട്ടാ ഈ ഹണിമൂണിന് റമദ കൊണ്ടുപോകാന്ന് പറഞ്ഞേക്കണേ കേട്ടോ. എന്നേരാണ് നമുക്കിത് ഓർമ്മ വരുന്നത്, ശരിയാണല്ലോ ഇന്നോലെ ഒരു സംഭവം അവിടെ കിടപ്പുണ്ടല്ലോ. പക്ഷെ അന്ന് ഞാൻ നോക്കിപ്പോണ്ടല്ലോ പോയി ഓരോ റേറ്റുകളും കാര്യങ്ങളും. പിന്നെ രണ്ടാമത്തെ കാര്യം, അന്ന് കൊറോണയുടെ ഒരു സമയമായിരുന്നു. ഞാൻ റേറ്റുകൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും റമദയുടെ റേറ്റിനേക്കാളും ഒരു ഇച്ചിരി കൂടെ ഇട്ട് കഴിഞ്ഞാൽ താജിൽ പോവാം. താജ് കഴിഞ്ഞിട്ടല്ലേ വേറൊരു ഹോട്ടൽ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ എന്തിനു കുറയ്ക്കണം, റമദ കൊണ്ടുപോകണം. അങ്ങനെ എനിക്ക് താജിൽ കൊണ്ടുപോകാൻ പറ്റിയത് നമ്മുടെ ഈ സാധാരണ ജോലിയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഞാൻ വിദേശത്തായതുകൊണ്ടാണെന്ന് ഞാനങ്ങ് പറയുമായിരുന്നു. താജാണോ നിങ്ങൾ എടുത്തത്? കുമരകത്ത് താജ് 2-3 ദിവസം ബുക്ക് ചെയ്ത് ഹണിമൂൺ പാക്കേജ് അവർക്കായിരുന്നു. അതോടൊപ്പം തന്നെ എന്റെ വീട്ടുകാരെയും താജിൽ കൊണ്ടുപോയി അവർക്കും റൂം എടുത്തു കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ എനിക്ക് ദൈവാനുഗ്രഹിച്ച് പറ്റി. അപ്പം ഈ ഉയർന്ന വരുമാനത്തിന് ഈ ഉയർന്ന വരുമാനം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ഇത്ര രൂപ ശമ്പളം എന്നല്ല, നമുക്ക് ദൈവാനുഗ്രഹിച്ച് ഇവിടെ മണിക്കൂറിന് പേയ്മെന്റ് കിട്ടുന്നത് കൊണ്ടും പിന്നെ മിനിമം വേജ് എന്നുള്ള ഒരു സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ടും ഒരു സിറ്റുവേഷൻ നമുക്ക് ഇച്ചിരി പൈസയുടെ കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നുക. നമ്മുടെ നാട്ടിൽ ഒരു വീട് പണി നടക്കുന്നു, ഒരു കല്യാണം വരുന്നു, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇച്ചിരി പൈസ കൂടുതൽ വേണം. ഒന്ന് ഓവർ ടൈം ചെയ്താൽ പോരെ, ഡബിൾ ഷിഫ്റ്റ് എടുത്താൽ പോരെ, നമുക്കതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അതേസമയം നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിപ്പണി, 16-17 മണിക്കൂർ പണിയെടുത്താലും ഒരു മാസം ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ അതാ നമ്മുടെ ശമ്പളം. അതും ആഴ്ചയിൽ ഒരു ദിവസം ഓഫ്. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ പണിയെടുക്കാൻ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം അവധിയുണ്ട്, റെസ്റ്റ് എടുക്കുമ്പോൾ റെസ്റ്റും കിട്ടും. ഇനിയിപ്പോ ആ ദിവസം നമ്മൾ പണിക്ക് പോയാൽ അത് ഓവർ ടൈം ആയി, ശമ്പളമായില്ലേ, പൈസയായിട്ട് കൺവേർട്ടായി. ഇനി ഇതൊക്കെ പോട്ടെ, വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെയുള്ള ഒരു ഫ്രീഡം, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. നമ്മുടെ നാട്ടിൽ ഒരു ദിവസം അവധി എടുക്കണം, മാനേജറുടെ അടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറ്റൂല, വന്നില്ലെങ്കിൽ ഇടിയ, അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ അടുത്ത പണി നോക്കിക്കോ എന്നുള്ള സിറ്റുവേഷനാ. അതേസമയം ഇവിടെ ആണെങ്കിലോ, നമ്മളെ എറണാകുളത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു പരിപാടിയായിരുന്നു, സ്പ്ലിറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന പരിപാടി. അതായത് രാവിലെ നമ്മൾ ജോലിക്ക് കയറി ഒരു 11 മണി വരെ ജോലി ചെയ്യാം, ഒരു 3 മണിക്കൂർ പിന്നെ ബ്രേക്ക്, കാരണം ഉച്ചയാകുമ്പോൾ തിരക്ക് പറയും. ആ 3 മണിക്കൂർ നമുക്ക് അക്കോമഡേഷനിൽ പോയി അവിടെ കുറച്ച് നേരം കിടന്നിട്ട് വീണ്ടും അടുത്ത ഷിഫ്റ്റിന് കയറുക. അപ്പൊ ആ ദിവസം മുഴുവൻ നമ്മൾ ഷിഫ്റ്റിലാ ബേസിക്കലി. ഈ ഇടയ്ക്ക് കിട്ടുന്ന 3 മണിക്കൂർ നമുക്ക് ഒന്നിനും ഒരു സമാധാനം ഇല്ല. അതേസമയം സാറേ ഇതന്നെ സ്പ്ലിറ്റ് ഷിഫ്റ്റോ ഞങ്ങൾക്ക് പറ്റൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അതൊന്നും പറ്റൂല, ഇതാണ് ഇവിടുത്തെ രീതി, സൗകര്യം ഉണ്ടാ വന്നാൽ മതി.
അതേസമയം നമുക്ക് വിദേശത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിംഗിൾ ഷിഫ്റ്റ് അല്ലാതെ ചെയ്യുമോ? ഇത് എന്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് പറ്റുന്നില്ല, ഐ എം നോട്ട് കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ മാനിച്ചല്ലേ പറ്റുള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ ഒരു വർക്ക് കൾച്ചർ എനിക്ക് പിടുത്തല്ലോ, കാരണം ഞാൻ നാട്ടിൽ ഒരു ദിവസം പോലും വർക്ക് ചെയ്തിട്ടില്ല. അല്ല അപ്പൊ ഡൽഹിയിലെ വർക്ക് ചെയ്തേക്കുന്ന മുഴുവൻ അല്ല, അവിടെ തീർച്ചയായിട്ടും ഡിഫറൻസ് ആണ്. കാരണം അവിടെ ഓഫ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വ്യത്യാസമുണ്ട്. 2 ദിവസം ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മാസം 8 ഓഫ് 7 ഓഫ് ഒക്കെ ഉണ്ട്. ഓ എന്റെ അമ്മേ, മാസം ഒരു ചിലപ്പോൾ ചില സ്ഥലത്ത് 4 നൈറ്റേ ഉള്ളൂ, മാക്സിമം 7 നൈറ്റ് ഒക്കെ വരുള്ളൂ. എന്നിട്ട് നമുക്കൊരു മനസ്സമാധാനമുണ്ട്. അല്ല അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ എല്ലാം കൂടെ ഉള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിചാരിക്കില്ല. ഇവനെ പോലെ ആയായിരുന്നെങ്കിൽ പേഷ്യൻസ് അല്ലേ, അതൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഇങ്ങനെ നമുക്ക് ഈ ഒരു ലൈഫ് വന്നല്ലോ. അപ്പം ബേസിക്കലി ഈ ഡിഫറൻസുകളൊക്കെ അതാണ് ഈ വരുമാനം റിലേറ്റഡ് അല്ലെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മടുപ്പിച്ചത്. അപ്പം ആ ഒരു ഡിഫറൻസ് കണ്ടത് ഞാൻ പല സമയത്തും ആലോചിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസം അല്ലെ, നമ്മളെപ്പോഴും പറയാലോ വെസ്റ്റ് അമേരിക്ക യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മുതലാളിത്ത വ്യവസ്ഥിതിയാണ്, അത് പണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ജനാധിപത്യം കമ്മ്യൂണിസം ആണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും എന്നിട്ട് നമ്മൾ എന്തിനാ ഇത്രയും പുവർ ബാക്ക്ഗ്രൗണ്ടിൽ അല്ല ഇത്രയും ബാക്ക്വേർഡ് ആയിട്ട് ജീവിച്ചു പോകുന്നത്? ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഒരു ജോബിന്റെ സെക്യൂരിറ്റിയും സാലറിയുടെ സെക്യൂരിറ്റിയും നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശരിക്കും മുതലാളി ഉണ്ടെങ്കിലല്ലേ തൊഴിലാളി ഉള്ളൂ അല്ലെ? പണ്ടത്തെ പോലെ ഈ മൊണോപ്പൊളി എന്ന് പറയുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ, അതായത് ഒറ്റ ഓണർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അവൻ പറയുന്നതാണ് തൊഴിലാളി ചെയ്യേണ്ടത്. അത് അന്നേരം കമ്മ്യൂണിസത്തിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേസമയം നമുക്ക് കോമ്പറ്റീഷൻ ഉള്ള ഒരു മുതലാളിത്താണെങ്കിൽ ഇഷ്ടംപോലെ മുതലാളിമാരെ മാറി മാറി നമുക്ക് പണിയെടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആകെ കൂടി ഗവൺമെന്റ് ചെയ്യേണ്ടത് മിനിമം വേജ് ഉറപ്പുവരുത്തിയാൽ പോരെ. അത് നമ്മളെ കൂടുതലായിട്ട് നിൽക്കുന്ന ചില പ്രൊഫഷന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിലതിനൊക്കെ നല്ല സാലറി ഉണ്ട് തരും. അതായത് സ്കിൽഡ് ജോബുകളില് നമ്മൾ ഈ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ അതുമായിട്ട് അതിനൊരു ബന്ധമില്ലല്ലോ. സ്കിൽഡ് വർക്ക് ചില ജോബുകൾക്ക് നല്ല ജോലി, നല്ല സാലറി ഉണ്ട് എന്ന് പറഞ്ഞാൽ റെയർ ആയിട്ടും അല്ലെ സ്കിൽഡ് കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന, പക്ഷെ അത് സമൂഹത്തിന്റെ ഒരു മൈനോറിറ്റി അല്ലേ സ്കിൽഡ് കാറ്റഗറി ജോലി ചെയ്യുന്നുള്ളൂ. മേജർ ആയിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ഇന്ത്യയിൽ സാധാരണപ്പെട്ടവരല്ലേ. അതെ അതെ. എനിവേ, അത് ഞാൻ ഒരു രാഷ്ട്രീയത്തിനും എതിര് പറഞ്ഞല്ല, എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഇതെന്നെ ഇങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഞാൻ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. നാട് ഇഷ്ടം തന്നെയാണ്. അല്ല, നാട് ഇഷ്ടമാണ് ഭായി, പക്ഷെ ആ ഒരു നാടിനേക്കാൾ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു വേ ഓഫ് ലിവിംഗിലേക്ക് അല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിലേക്ക് നമ്മുടെ നാട് വരാൻ അത് നമ്മൾ പറയാൻ പോലില്ല. കാരണം അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാരും ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതെ അല്ലേ, തീർച്ചയായിട്ടും. അപ്പൊ ആ ഡിഫറൻസുകളൊക്കെ അതെല്ലാം എന്നെ ഈ വെസ്റ്റില് അല്ലെ അട്രാക്ട് ചെയ്ത ഒരു ഘടകത്തിൽ പെട്ടതാ. പോയിന്റുകളല്ല, പിന്നെ പറയുമ്പോ അതൊന്നും വന്നില്ല, പിന്നെ റീഷൂട്ട് ചെയ്യാൻ പറ്റൂല്ലോ, പരിപാടി പറഞ്ഞു തീർക്കണ്ടേ. അതെ അതെ. ബാക്കിയോടും അവിടെ നിന്നുള്ള ബാക്കി കണ്ടിന്യൂഷൻ തുടങ്ങണം. ആയിക്കോട്ടെ. ബാക്കി ഇനിയുള്ള കൂടുതൽ സെറ്റപ്പ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം കുറെ ഉണ്ടല്ലോ. അതെ അതെ അതെ. അപ്പൊ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം എന്തുകൊണ്ട് ഞാൻ വെസ്റ്റ് ആണ് ഇനി നമ്മുടെ ഏരിയ അല്ലെ അങ്ങോട്ടാണ് അല്ലെ അവിടെയാണ് നമ്മുടെ ജീവിതം നമ്മൾ കരുപ്പിടിപ്പിക്കേണ്ടത് എന്ന് എന്നെ തോന്നിപ്പിച്ച ഘടകങ്ങളിൽപ്പെട്ട കാര്യങ്ങളാട്ടോ. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഞാൻ പറഞ്ഞതായിട്ട് എഗ്രി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഒത്തിരി താമസിപ്പിക്കാതെ നമ്മുടെ കഥയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ വിസ തീരാൻ ഇനി 6 മാസം കൂടെ ഉള്ളൂ UK-ല്. നമ്മൾ കാനഡയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ വിസ തീർന്നു കഴിഞ്ഞാൽ നാട്ടിൽ പോയി ഇനി വീണ്ടും ഈ 1500 രൂപയ്ക്കും 2000 രൂപയ്ക്കും ജോലി ചെയ്യുന്ന ഒരു കാര്യം ചിന്തിക്കാൻ പറ്റിയല്ല. അല്ല, നീനയുടെ കാര്യം അന്നേരം അവിടെ വരുന്നില്ലല്ലോ. കാരണം ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് എന്നുള്ളതിനേക്കാൾ വേറൊരു ബന്ധം അവിടെ വന്നിട്ടില്ല. കോമൺ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ. ആ സമയത്ത് ഞങ്ങളെ പോലെ തന്നെ UK-ൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും വിസയുടെ ഒരു അവസാനം എത്താറായി. പക്ഷെ സ്റ്റുഡൻസ് ആയിട്ട് വന്നവർക്കെല്ലാം അവരുടെ വർക്ക് പെർമിറ്റ് നാച്ചുറലി അടുത്ത 2 കൊല്ലത്തേക്ക് അല്ലെ 3 കൊല്ലത്തേക്കുള്ള ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അവിടുത്തെ താമസത്തോടു കൂടി മനസ്സിലായി UK എന്ന് പറയുന്നത് ഇമിഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പെർമനന്റ് അല്ല, നമുക്കെല്ലാം വേണ്ടത് ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇമിഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന പെർമനന്റ് ആയിട്ട് നമ്മളെ സെറ്റിൽ ചെയ്യാൻ
സഹായിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യം ചൂസ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെ അങ്ങോട്ടുള്ള പരിപാടികൾ അവിടെ താമസിക്കുമ്പോഴേ ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനമുണ്ട്, ഇതിന് വരുന്ന ചെലവുകളെല്ലാം നമുക്ക് ചെയ്യാം. തന്നെയല്ല വിസ ആപ്ലിക്കേഷന് UK അപ്ലൈ ചെയ്യുക എന്നുള്ളതിന്റെ പേര് എന്തെങ്കിലും ഒരു പ്രയോറിറ്റി കിട്ടിയാലോ. അപ്പൊ അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ എല്ലാം അടിസ്ഥാനപ്പെടുത്തി 2 രാജ്യങ്ങളാണ് ഞങ്ങളുടെ എല്ലാം മുമ്പിലേക്ക് വന്നത്. ഒന്ന് കാനഡ, 2 ന്യൂസിലാൻഡ്. അപ്പൊ ആ സമയത്ത് ഒരുമാതിരി നമുക്ക് പരിചയമുള്ളവര് എല്ലാം ഈ 2 രാജ്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പോകുന്നവർക്കെല്ലാം പെട്ടെന്ന് PR കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കാനഡ ചൂസ് ചെയ്ത് കാനഡക്ക് അപ്ലൈ ചെയ്തു. ഒരുമാതിരി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു സൈഡിൽ കൂടെ നീനായും പ്രീതിയും എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് കാനഡക്ക്. സിംഗിൾ ആയിട്ട് ചെയ്യുന്നത്? ഞാനും ജിതിനും മിഥുനും ഒക്കെ ഞങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റിന്റെ സെക്ഷനിൽ ഞങ്ങൾക്ക് UK കിട്ടിയ പോലെ ഞങ്ങൾ അങ്ങനത്തെ വർക്ക് പെർമിറ്റിന് ശ്രമിക്കുന്നു. അവരുടേതായ രീതിയിൽ അവര് ക്യൂബക് മൈഗ്രേഷന് അപ്ലൈ ചെയ്യുന്നു. കാരണം നീന നേഴ്സാണ്, പ്രീതി ആണേലും അവളുടെ കാറ്റഗറി ഏതായിരുന്നെന്ന് എനിക്കറിയില്ല, പക്ഷെ അവളും അപ്ലൈ ചെയ്യുന്നു. പ്രീതി വഴിയാണ് നീന അറിയുന്നത്. അപ്പൊ നീന ക്യൂബക് മൈഗ്രേഷൻ അപ്ലൈ ചെയ്തു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ആ 6 മാസം കൂടെ ഉണ്ടായിരുന്ന UK കാലാവധി കഴിഞ്ഞു. ഞങ്ങളുടെ 1 ലക്ഷം ഡാനിക്ക് അയച്ചു കൊടുത്ത് ഞങ്ങൾ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് അനക്കമൊന്നുമില്ല, അങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്രോസസ്സ് നടക്കുന്നു എന്നുള്ള ഇതില് നമ്മുടെ 6 മാസത്തെ വിസ കഴിഞ്ഞ് UK എനിക്ക് തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം നാച്ചുറലി ഞങ്ങൾ പലരും പല സമയത്ത് വന്നതുകൊണ്ട് ആദ്യം വിസ തീർന്നവരെല്ലാം ആദ്യം നാട്ടിലേക്ക് പോവാ. അപ്പൊ ജിതിനും മിഥുനും ഒക്കെ ആദ്യം പോയി, എന്നെക്കാലം മുമ്പ് വന്നതാണുള്ളവര് നാട്ടിലേക്ക്. പിന്നെ അപ്പം നാച്ചുറലി എന്റെ സമയം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്ത് ഞങ്ങൾ വെക്കേഷൻ എടുക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാനും നീനായും ഒക്കെ ഒരുമിച്ചാണ് നാട്ടിലേക്ക് പോകുന്നത്. അവൾക്ക് വെക്കേഷൻ, കാരണം അവളുടെ സ്റ്റുഡന്റ് പീരീഡ് കഴിഞ്ഞു. ഇനി വർക്ക് പെർമിറ്റിലേക്ക് കയറുന്നതിന് മുമ്പുള്ള വെക്കേഷൻ, UK പോയിട്ടുള്ള ആദ്യത്തെ വെക്കേഷൻ. എന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ. നമുക്കിനി വെക്കേഷൻ ആ 2 മാസം കഴിയുമ്പോഴത്തേക്കെങ്കിലും കാനഡ എന്നേലും ആവുന്നുള്ള ഒരു പ്രതീക്ഷയല്ല നാട്ടിൽ പോകുന്നത്. അല്ല, അതിന് പ്രോസസിങ് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇത്ര നാളത്തേക്കേ ഉള്ളൂ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞോണ്ട് നമ്മളെ 1 ലക്ഷം രൂപ മേടിച്ചത്. പൈസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രോസസിങ് ആണല്ലോ. അപ്പം അങ്ങനെ നാട്ടിൽ പോയി 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു. എന്നിട്ടും ഡാനിയുടെ അനക്കൊന്നുമില്ല. ആദ്യമൊക്കെ അവൻ പ്രോസസിംഗിൽ അപ്ഡേറ്റ് ചെയ്തോളാന്നുള്ള ഒരു റിപ്ലൈ എങ്കിലും തരുമായിരുന്നു. പയ്യെ മച്ചാന്റെ റിപ്ലൈ താമസിക്കാൻ തുടങ്ങി. നമ്മുടെ മനസ്സില് അത് ഇന്നല്ല നാളെ നടക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ നാട്ടിൽ പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഞാൻ 1-2 സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടിട്ടൊന്ന് ട്രൈ ചെയ്തു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോ നാട്ടിൽ തന്നെയോ? ഒന്നെങ്കിൽ നാട്ടിലെ അല്ല മംഗലാപുരത്ത് ഞാൻ പഠിച്ച സ്ഥലത്തൊക്കെ നമുക്ക് പരിചയക്കാരെ സാർമാരും കോളേജും യൂണിവേഴ്സിറ്റി ഒക്കെ ആയിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട്. അപ്പം അവിടെ കോളേജിൽ പഠിപ്പിക്കാനായിട്ടാണേലും കയറാനും ഒക്കെ ഉള്ള രീതിയിലൊന്ന് ട്രൈ ചെയ്തു. അപ്പം എന്റെ വിചാരം മംഗലാപുരത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അഡ്മിഷൻസും പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെ കൂടാമല്ലോ എന്ന് പറഞ്ഞാ. പക്ഷെ അതൊന്നും നടന്നില്ല. പഴയ കളവാണ്. ഒന്ന് മംഗലാപുരം നമ്മുടെ കളമാണ്. അപ്പം ഇപ്പോഴും പരിചയക്കാരെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു, പക്ഷെ അതും നടന്നില്ല. അപ്പൊ അതിന്റെ ഇടയിൽ വേറൊരു ഗുണം എന്നാ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ആ വെക്കേഷൻ പോയെന്ന് പറഞ്ഞല്ലോ നീനായിട്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീടുകളിൽ പോവുകയും വീട്ടുകാർ തമ്മിലൊന്ന് കാണുകയും വീട്ടുകാർക്ക് ഞങ്ങളെ പരിചയമാവുകയും ഒക്കെ ചെയ്തു. അപ്പൊ ആ സമയത്ത് നീനാക്ക് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്. UK കാരിയാണല്ലോ. അങ്ങനെ കല്യാണം എല്ലാം ആലോചിച്ച് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഇതുപോലെ നീനായുടെ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു മാരേജ് പ്രപ്പോസൽ. കാരണം നീനാക്ക് വരുന്ന കല്യാണം ഒന്നും പുള്ളിക്കാരിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു റാപ്പോ കണ്ടുകൊണ്ട് നീനയുടെ ചേച്ചിയാണ്. കാരണം അതുവരെ ഇപ്പം സത്യം പറയാമല്ലോ, നീനാനെ എനിക്ക് ആസ് എ വുമൻ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്നെ പരിചയത്തിൽ നിന്നറിയാം, എന്റെ സ്വഭാവമേ അല്ല നീനയ്ക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് മിങ്കിളാവും. ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ചെന്നാലും പുള്ളിക്കാരി അവിടുത്തെ ടോപ്പ് ആവും. ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി റിസർവ്ഡ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണ്, അല്ലെ ഒന്ന് നോക്കി കണ്ട് അല്ല ഒരു ഇച്ചിരി ഇൻട്രോവേർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പം പല സാഹചര്യങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവള് കൊള്ളാലോ. കാരണം വെച്ചാൽ നമ്മള്
ചില സ്ഥലങ്ങളിൽ അന്ന് UK ഉണ്ടായിരുന്ന സമയത്ത് വല്ല റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ അങ്ങനെയെല്ലാം ഞങ്ങൾ കൂട്ടുകാർ പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഇതുപോലെ അയ്യോ ഞങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ട് ഇംഗ്ലണ്ടും ലണ്ടനിലും ഇതൊക്കെ കാണുമല്ലേ ആദ്യമായിട്ട് അവിടെ ചെന്ന് എങ്ങനെയാ പെരുമാറണ്ടേ അല്ല ഇതെങ്ങനെയാ അവിടെ ഡീൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇൻഹിബിഷനുമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഇവിടെ സ്ഥിരം ജനിച്ചു വീണ പോലെ എല്ലാ കാര്യങ്ങളും അവിടെ ഡീൽ ചെയ്യണോണ്ട് ഇവള് കൊള്ളാലോ കാര്യങ്ങളെല്ലാം ഹെഡ് ചെയ്ത് മനസ്സിലായോ. അപ്പൊ അങ്ങനെ തന്നെ എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങളിലൊക്കെ പെട്ട് കഴിയുമ്പോൾ അത് ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവും അതും എല്ലാം കണ്ടുകൊണ്ട് കൊള്ളാം എന്ന് നമ്മുടെ മനസ്സിലൊരു ഇംപ്രഷൻ തോന്നുമല്ലോ ഓരോ മനുഷ്യരെ കുറിച്ച്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന സാഹചര്യം പക്ഷെ ഒരിക്കലും അങ്ങനെ കല്യാണമെന്നോ അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടേതായ ഡിഫറൻസുകളുണ്ട്, ഞങ്ങളുടെ ഫാമിലികൾക്കും അതിൻ്റെതായ ഡിഫറൻസുകളുണ്ട്. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ നമ്മുടെ കത്തോലിക്ക വിഭാഗത്തിലെ ക്നാനായ എന്ന് പറയുന്ന സെക്ഷനിൽ പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഫാമിലി ഉള്ളത്. അപ്പം നാച്ചുറലി എന്റെ ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരു അലയൻസ് പോയില്ല. തന്നെ അവര് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവരാ. അപ്പൊ നാച്ചുറലി അവര് നമ്മളെ അങ്ങനെയൊന്നും ആലോചിക്കില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ഗുഡ് ഫ്രണ്ട്സ് എന്നുള്ള രീതി അങ്ങനെ അങ്ങ് പോവാ. പക്ഷെ ആളെ കുറിച്ച് എനിക്ക് നല്ല എന്നാലും നമുക്കറിയാലോ എല്ലാവർക്കും അവരുടെ സെക്ഷൻ ഉണ്ടാവുമല്ലോ ഫാമിലിക്ക്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ബേസിക്കലി. അപ്പൊ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ നീനായ്ക്ക് വരുന്ന കല്യാണങ്ങളൊന്നും അങ്ങ് ശരിയാവേണ്ടി വരുന്നതും അല്ല നാച്ചുറലി അവൾക്ക് ഇഷ്ടപ്പെടാണ്ട് വരുന്നതും അല്ലെ അവൾ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊന്നും ആയിരിക്കല്ല കല്യാണം ആലോചിച്ച് വരുന്നവരുടെ. അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ നീനായുടെ ചേച്ചിയും ഫാമിലിയൊക്കെ ആയിട്ടുള്ള ഒരു പരിചയത്തിന്റെ പുറത്ത് നീനായുടെ ചേച്ചി ഇതുപോലെ കല്യാണം ആലോചിക്കുന്നു. കല്യാണം ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ നമുക്കുണ്ടല്ലോ ചിലർക്ക് ദൈവം അനുഗ്രഹിച്ച പോലെയല്ല നമുക്ക് ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പറയും നമുക്കായിട്ട് ദൈവം ഒരാളെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു യെസ് ഇവളാണ് എന്റെ ജീവിതത്തിൽ വരാനുള്ളത്, അല്ലെ ഇതാണ് ഞാൻ ഗ്രാബ് ചെയ്യേണ്ട നമ്മുടെ എമിനം പറഞ്ഞ പോലെ വൺ ഓപ്പർച്യൂണിറ്റി. അപ്പം എന്തായാലും നമുക്ക് ഇപ്പൊ നമ്മളായിട്ട് അല്ലാതെ തന്നെ ഒരു നാച്ചുറലി ഒരു അലയൻസ് വന്നു. ഇപ്പൊ ഞാൻ എന്റെ ഫാമിലിയിൽ സംസാരിച്ചു ഇവളാണ് എനിക്കുള്ള പെണ്ണ് അല്ലെ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ കല്യാണത്തിന്റെ ചെറിയൊരു ഇത് ഒന്ന് ഒരു രണ്ടുപേർക്കും താല്പര്യമുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് സംസാരിച്ചു. പക്ഷെ ഞാൻ ജോലിയില്ലാതെ നിൽക്കും, അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി മുന്നോട്ടൊന്നും പോകാൻ പറ്റിയല്ല. ഇതൊന്നും നേരിട്ട് അങ്ങ് ചോദിക്കുന്നില്ല, നീന വഴി അല്ല ഇൻഡയറക്റ്റ് ആയിട്ട്. അതിന് ഒരു വേറെ ആരെങ്കിലും ഉണ്ടാകാതെ നിങ്ങൾ ഡയറക്റ്റ് ചോദിക്കണോ ചെയ്തേ? അതായത് ഇപ്പം ഇവർക്ക് ഇന്ന പോലെ ഒരു താല്പര്യം വന്നത് നീന വഴിയാണ്, ഞാനും ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ള രീതിയിൽ ചോദിച്ചത്. നാച്ചുറലി ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞങ്ങൾ തന്നെ പറഞ്ഞു നമുക്കെന്നാ ഇപ്പം മുന്നോട്ട്. കാരണം ഞാൻ ഈ UK വിസയും തീർന്ന് ഡാനി ഇപ്പൊ വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് കാനഡയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുവാണല്ലോ. എന്നും പറഞ്ഞ് നിൽക്കുമ്പോ തന്നെ നമുക്കറിയാം ഇത് കയ്യാലപ്പുറത്തിരിക്കണ തേങ്ങയാ. ഡാനി ഏത് നിമിഷം നമ്മൾ 1 ലക്ഷം കൊണ്ട് പോയെന്നുള്ള വീട്ടിച്ചാൽ മതി. അതെന്ത് പ്രോഗ്രാം ആണെന്നല്ലോ ഓർമ്മയുണ്ട്? PNB അങ്ങനെ എന്തെങ്കിലും? എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ LMIA ആയിരിക്കണം. കുറെ നാളായില്ല. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് വലിയ ഇതൊന്നുമില്ല. വർക്ക് പെർമിറ്റ് എന്നുള്ള ഒരു സാധനമേ ഉള്ളൂ. ഡാനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, നമുക്കും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം ഇതിനെ കുറിച്ച് എന്തൊക്കെ വിസയാണെന്നൊന്നും ചോദിക്കാനില്ല ഭയ. കാരണം നമ്മുടെ ആദ്യത്തെ വിസ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഇംഗ്ലണ്ടിലെ വർക്ക് പെർമിറ്റ് നടന്നു. അത് സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയതോടുകൂടി പിന്നെ നമുക്ക് ഇത് മതി, ഇതാണെങ്കിലും മതി. കാരണം പണിയെടുത്താൽ പൈസ കിട്ടുന്നുണ്ട്, സ്മൂത്ത് ആയിട്ടുള്ള പണിയാണ്. അതിന്റെ കൂടുതൽ സെക്ഷൻ ഒന്നും നമ്മൾ നോക്കുന്നില്ല. UK പോയത് നമ്മൾ ഇതുപോലെ ഇച്ചിരി പൈസ കൊടുത്തു നമുക്ക് വിസ കിട്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനെ കുറിച്ച് പോയി. കാരണം ഈ ആദ്യത്തെ പരിപാടി സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ട് ഇനി എല്ലാം അങ്ങനെ നടക്കും എന്നുള്ള ഒരു വിചാരം. അതേസമയം ആദ്യത്തെ ഒന്ന് പാളിയാ പിന്നെ എല്ലാം നമ്മൾ സംശയത്തോടു കൂടി നോക്കുകയും ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ കാര്യം നമുക്ക് എന്തായാലും രണ്ടുപേരും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. രണ്ടു കൂട്ടരും ഫാമിലിയിലും ഒക്കെ ആണെന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് മുന്നോട്ട് നോക്കാം. കാരണം എനിക്കും നല്ലൊരു ജോലി വേണം, അതോടൊപ്പം എന്റെ വീടൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് പണിയാനുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതായിട്ട് കല്യാണം എന്നുള്ള രീതിയിൽ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത്. ഇനി ഡാനി വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി നാളെ മുന്നോട്ട് പോകാൻ പറ്റിയല്ല. ഡാനി ഗഫൂർക്കയായി. അപ്പം അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ നാട്ടിലെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. അപ്പൊ എന്റെ അമ്മച്ചിയുടെ ഒരു കെയർ ഓഫില് ഖത്തറിൽ നിന്നൊരു ഇന്റർവ്യൂ സെറ്റായി. അപ്പൊ അമ്മച്ചിയുടെ ഒരു കെയർ ഓഫ് സെറ്റ് ആയതെന്ന് പറഞ്ഞാൽ
അമ്മച്ചിയുടെ പരിചയത്തിലുള്ള ഒരാള് ഖത്തറിലുണ്ടായിരുന്നു. അപ്പൊ അവര് വഴി ഒരു ഇന്റർവ്യൂ സെറ്റായി, ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടൽ. അപ്പൊ അമ്മച്ചിക്ക് എന്നോട് പോവാൻ ഇൻട്രസ്റ്റ് ആണോന്ന് അറിയില്ലല്ലോ, കാരണം ആ സമയത്തൊക്കെ വലിയൊരു ബ്രാൻഡ് അല്ലേ പിന്നെ ഈ ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടലിന്റെ ബ്രാൻഡുകളാണ് ക്രൗൺ പ്ലാസയും ഹോളിഡേ ഇന്നും എല്ലാം അടി വരുന്നത്. ഇതിന്റെ എല്ലാം ഏറ്റവും ടോപ്പ് ബ്രാൻഡാണ് ഇന്റർകോണ്ടിനെന്റൽ. അപ്പം ദോഹാലെ ചിലര് ചോദിച്ചായിരുന്നു ദോഹയിൽ എവിടെയായിരുന്നു. ദോഹയിലെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ അടുത്ത് ഖത്താറ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഖത്താറയ്ക്ക് അടുത്തുള്ള ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടലിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. അപ്പൊ അവിടുന്ന് ഇന്റർവ്യൂ വരികയും ഇന്റർവ്യൂ പാസ്സാവുകയും അവിടെ ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ നേരെ ദോഹയ്ക്ക് പോയി, രണ്ടും കൽപ്പിച്ച് ദോഹയ്ക്ക് പോയി. ഇനിയിപ്പോ അവിടെ നിൽക്കണ്ടല്ലോ. ഇത് 2012 ലാസ്റ്റ് ആയിരിക്കണം, അല്ല 12 പകുതി ആയിരിക്കണം. എനിക്ക് കറക്റ്റ് ഇത് ഓർമ്മയില്ല കേട്ടോ. സംഭവം 2012. അങ്ങനെ നമ്മള് യൂറോപ്യൻ എക്സ്പീരിയൻസുകളെല്ലാം കഴിഞ്ഞ് നേരെ ഖത്തറിലെത്തി കാര്യങ്ങളെല്ലാം കണ്ടു, പയ്യെ ജീവിതം തുടങ്ങി. കാര്യം വിദേശത്താണേലും എനിക്ക് നേരാണ് ശരിക്കും വെസ്റ്റും അല്ല ഇംഗ്ലണ്ടും ഖത്തറുമായിട്ടുള്ള ഒരു അല്ല മിഡിൽ ഈസ്റ്റ്, ബേസിക്കലി വെസ്റ്റും മിഡിൽ ഈസ്റ്റും ആയിട്ടുള്ള ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. UK അല്ലെ വെസ്റ്റേൺ കൺട്രീസിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാ. ഇപ്പം പൈസ ഉള്ളവന് മേടിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഒരു സാധാരണക്കാരന് മേടിക്കാൻ പറ്റും. കാരണം അവന്റെ ജോലി അതിനനുസരിച്ചുള്ള ഒരു അഫോർഡബിലിറ്റി അവനത് നൽകുന്നുണ്ട്. ഇപ്പം ഒരു കാറാണേലും ലോൺ കിട്ടും, പ്രോപ്പറായിട്ട് ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ലോൺ കിട്ടും. അല്ലെ ആ ജോലിയിൽ നിന്ന് ഒരു മോശമല്ലാത്ത ശമ്പളം എല്ലാ മനുഷ്യർക്കും പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ സ്വപ്നങ്ങളിലുള്ള വണ്ടി വേണേ അവന് മേടിക്കാം, സ്വപ്നങ്ങളിലുള്ള വണ്ടി മേടിക്കാം, വീട് മേടിക്കാം, എന്ത് വേണേലും മേടിക്കാം. അപ്പൊ റിച്ചും പൂറും തമ്മിൽ ഒരു വലിയ വ്യത്യാസമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞപ്പോ ഞങ്ങളുടെ ഹോട്ടൽ ഫീൽഡിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഹോട്ടൽ ഫീൽഡിന്റെ പ്രത്യേകതയായിട്ട് എല്ലാവരും പറയുന്നത് പാവപ്പെട്ടവൻ തൊട്ട് അങ്ങേയറ്റത്തെ പണക്കാരൻ വരെയുള്ള സമൂഹത്തിലെ പല സെക്ഷനിൽ പെട്ട പല ജോലിയിൽപ്പെട്ട എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരും ഹോട്ടലിൽ വരും. അവരെല്ലാമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു സമൂഹത്തിനെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം, അവരുമായിട്ട് ഇടപഴകാം. അല്ല, നിങ്ങളുടെ ഹോട്ടലിൽ അങ്ങനെ പാവപ്പെട്ടവരങ്ങനെ വരുമോ? റമദാൻ വരൂലായിരുന്നു, പുറത്ത് വന്നപ്പോ UK എല്ലാവരും വരുമല്ലോ. കാരണം എല്ലാവരുടെയും പൈസ ഉണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ വെയിറ്റർ ആയിട്ട് ജോലി ചെയ്താലും നമുക്കൊരു ഹോട്ടലിൽ പോകണമെങ്കിൽ പോകാമല്ലോ, കാരണം നമ്മുടെ പൈസ ഉണ്ടല്ലോ, മണിക്കൂറിനുള്ള പൈസ അക്കൗണ്ടിൽ പൈസ വരുമല്ലേ. ആ ഒരു അഫോർഡബിലിറ്റി ആണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇത് വ്യത്യാസം. അതെ. അപ്പം നമുക്ക് എന്നാ പറയുന്നത്, ഇപ്പൊ വലിയ ഫിലിം സ്റ്റാർസും സെലിബ്രിറ്റിയും കഴിക്കുന്ന ഒരു ഫുഡ് തന്നെ നമുക്ക് അല്ലെ ഫുഡോ റൂമോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ എടുക്കാം UK. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നാട്ടിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്റ്റാഫിന് ആ സ്റ്റാഫ് ജോലി ചെയ്യുന്ന ഹോട്ടലിൽ വരാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. മനസ്സിലായോ? അപ്പം ഇവിടെ UK എന്ന് പറഞ്ഞാൽ എന്റെ ഓഫിന്റെ ദിവസം എനിക്ക് എവിടെ വേണമെങ്കിലും പോവാം. അതെ, അല്ലെ പണക്കാരന് ഇപ്പം ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിനെ തന്നെ കണ്ട മിസ്റ്റർ പ്രസിഡന്റ് എന്നാ വിളിക്കുന്നത്, ശരിയല്ലേ? അതിന്റെ അത് വലിയല്ലോ സാറേ യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി ഇല്ല. പക്ഷെ ദോഹയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ റിച്ചും പൂർവ്വം ആയിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് ഭയങ്കര ഷെയ്ക്കുമാര് അല്ലെങ്കിൽ ഷെയ്ക്കുമാരുടെ കാറ്റഗറി പോട്ടെ. അതേസമയം യൂറോപ്യൻസിന് ഇപ്പം ഞാൻ പറയുന്നത് സ്കിൽഡ് കാറ്റഗറി പെട്ട ആൾക്കാരെ അല്ല കേട്ടോ, അവര് പോട്ടെ. ഇപ്പം നല്ല വലിയ ചിലരൊക്കെ ഭയങ്കര എക്സ്ട്രീം ലെവലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും താമസിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഏത് വീട്ടില് ഹൗസ് മെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല നല്ല അപ്പാർട്ട്മെന്റുകളും വില്ലകളും കൊടുത്ത് ജോലി സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടി അങ്ങനെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ പോലെ സാധാരണ ജോലി ചെയ്ത് സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരാള്. ഉദാഹരണം ദോഹയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭായി നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു ഏരിയ ഏത് ഖത്താറികൾക്കുള്ളത് അല്ലെ ഷെയ്ഖുമാരുടെ അവരുടെ ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്ഷൻ, പിന്നെ കുറെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ യൂറോപ്പിൽ നിന്നും മറ്റു പല ഏരിയകളിൽ നിന്നും വന്ന ഇപ്പൊ ഇൻവെസ്റ്റേഴ്സ് പോലെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ മിക്ക ഹയർ മാനേജ്മെന്റുകളിലും ഈ വൈറ്റ്സ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയാം, ഞാൻ ജോലി ചെയ്ത ഇന്റർകോണ്ടിനെന്റലിന്റെ ഷെയ്ക്ക് റോയൽ ഫാമിലി പെട്ട ഒരു ഷെയ്ക്കാ. അപ്പൊ പുള്ളിയുടെ സെക്രട്ടറി ആയിട്ട് രണ്ടുപേര് എപ്പോഴും നടക്കും, വൈറ്റ്സാ. അപ്പൊ നമ്മള് അവരെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹോട്ടലിൽ വരികയും അവരുടെ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യാനൊക്കെ വരുന്ന ഇടപെടലിൽ നിന്ന് നമുക്കറിയാം നമ്മളെ ഒരു ഇന്ത്യക്കാരന്റെ സ്കില്ലും കാറ്റഗറി മാനേജ്മെന്റ് പവർ ഒന്നും ഇവർക്കില്ല.
ഈ ഷെയ്ക്ക് നടക്കുമ്പോ എപ്പോഴും ചിലപ്പോ ഒരു 3-4 വെള്ളക്കാരി പെണ്ണുങ്ങളും 2 ആണുങ്ങളും എല്ലാം ഒക്കെ ആയിട്ട് ഷെയ്ക്ക് നടക്കുന്നത്. ഷെയ്ക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോ ഓഫാ. ഏത് വെള്ളക്കാരൊക്കെ നമ്മളെ അടിമകളാ സെക്രട്ടറിയാന്നുള്ള ഒരു ഫെറാറി ഒക്കെ മേടിച്ച് പോർച്ച് ഇട്ടിട്ട് 4 പേരെ കാണിക്കില്ലേ, അതേ സെറ്റപ്പ്. അപ്പം അതിന്റേതായ ഒരു പ്രയോറിറ്റി വെള്ളക്കാർക്ക് അവിടെ ഉണ്ട്. നാച്ചുറലി അവനത് കുഴപ്പമില്ല, ഷെയ്ക്കിന്റെ അടുത്ത് നിന്ന് പൈസ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറി. അത് കൂടാതെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ UK വലിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയത്, അവിടെ എനിക്കൊന്നും അഫോർഡബിൾ അല്ല ഭായ്. കാരണം ഇപ്പൊ ഇപ്പം ഗൾഫിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ആഴ്ചയിൽ 1 ഓഫ്. ആ ഓഫിന് നമ്മളൊന്ന് പുറത്തു പോയി നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് നല്ല ഫുഡും കാര്യങ്ങളും കഴിച്ചാൽ പിന്നെ നമ്മുടെ കൈ പിടിക്കാൻ പൈസ ഒന്നും വെച്ചില്ല. ഖത്തറിലുള്ളപ്പോ കാരണം നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണ്ടേ, അതിനാണല്ലോ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുന്നത്. ഒരു ദിവസത്തെ ഓഫ്, ആകെ ഒരു ദിവസം ഓഫ് ഉള്ളൂ. ആ ഓഫിന് നമ്മൾ എണീക്കുന്നത് ഉച്ചയാകുമ്പോഴായിരിക്കും. പിന്നെ കുറച്ചു നേരം സമയമുള്ളൂ. ആ സമയത്ത് പുറത്തും കൂടെ പോകാനാണ്, നാട്ടിലേക്ക് എന്ത് പൈസ അയച്ചു കൊടുക്കും? ആ ജീവിതത്തിന്റെ ഒരു പിടുത്തങ്ങളെ. അപ്പൊ അതൊക്കെ നോക്കുമ്പോ ഞാൻ നോക്കുമ്പോഴത്തേക്കും പക്ഷെ ഞാൻ എപ്പോഴും ഇപ്പൊ നാട്ടിൽ നിന്ന് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഓക്കെ ആയിരിക്കും. കാരണം നാട്ടിലെ സാഹചര്യങ്ങളും ഇവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ്സും സെയിം ആണ്. 3-4 പേരും ഒരു മുറിയിൽ ഷെയർ ചെയ്യുന്നു, ബങ്ക് ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു ദിവസം ഓഫ്, പക്ഷെ ശമ്പളം നാട്ടിലേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട്. നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഓക്കെ. പക്ഷെ ഞാൻ UK പോയിട്ട് വന്നതുകൊണ്ട് അവിടുത്തെ സാഹചര്യമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആനയാടിന്റെ വ്യത്യാസം തന്നെയല്ല. ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ദോഹ ജോലി ചെയ്തുകൊണ്ടിരുന്ന മൊത്തം നാളുകളിൽ ഒരു ദിവസം പോലും ഞാനൊരു എക്സ്ട്രാ അവധി എടുക്കുവോ, ഞാനൊരു സിക്ക് വിളിക്കുവോ ഒന്നും ചെയ്തിട്ടില്ല. എന്തിനു പോയിട്ട് ഞാൻ ഈ 2 കൊല്ലത്തോളം ദോഹ താമസിച്ചിട്ട് ഞാൻ ഒരിക്കൽ പോലും ഡെസേർട്ട് സഫാരിക്ക് പോയിട്ടില്ല. കാരണം എന്റെ പൈസ ഇല്ലെന്നേ, പൈസയില്ല, സമയവുമില്ല. ഇനിയിപ്പൊ സമയം ഒരു ദിവസം കണ്ടെത്തി പോണെങ്കിൽ തന്നെ എന്റെ കൈ വല്ലതും വേണ്ടേ? എനിക്കെന്റെ വീട്ടിലേക്കും കൂടെ പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ, കാരണം കല്യാണം വരാൻ പോവാ എന്ന് പറഞ്ഞ് വലിയ പൈസ ഒന്നുമില്ല. ചിലപ്പോ 10,000 രൂപ 15,000 രൂപയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കണേ. ഈ കൈ മിച്ചമൊന്നുമില്ല. ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അടിച്ചുപോലെ ജീവിക്കാം. അത് ഞാൻ ഒരു സാധാരണക്കാരന്റെ ജീവിതം പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ദോഹ തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആണ് ദോഹയിലെ ആൾക്കാര്, ഖത്തറീസ് ആയിട്ടുള്ള ആൾക്കാര് നമ്മളോട് ഇടപെടുന്ന രീതി, അവിടെ താമസിച്ച് ഇത്രയും ടൈറ്റ് ആയിട്ട് ജീവിച്ചുകൊണ്ട് എനിക്ക് എന്റെ വീട് പണി ഒന്ന് ഒരു നിലയിൽ എത്തിക്കാൻ പറ്റി. എന്റെ കല്യാണത്തിനുള്ള പൈസ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റി. അതെല്ലാം പറ്റി. പക്ഷെ ജീവിതത്തിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, ക്വാളിറ്റി ഓഫ് ലൈഫ്, അല്ലെ നമുക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എല്ലാം വരുമ്പോഴത്തേക്കും ഐ വാസ് നോട്ട് ഓക്കെ. എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫില്ല. എനിക്ക് വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും തമ്മിൽ സെറ്റാക്കി കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് 100% ഞാൻ അടിമയായിട്ട് അവിടെ ജീവിക്കുക. അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് പൈസ അയക്കാൻ പറ്റുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ വാസ് നോട്ട് ഹാപ്പി. അപ്പൊ അങ്ങനെ എന്തായാലും 1 കൊല്ലത്തോളം ഞാൻ ദോഹയിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാനഡ വിസ അപ്ലൈ ചെയ്ത് 1.5 കൊല്ലമായി. അപ്പത്തേക്കും ഞാൻ തീരുമാനിച്ചു ഡാനി പറ്റിച്ചു, അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. അതുകൊണ്ട് ഞാൻ പിന്നീട് മുന്നോട്ട് പൈസ കൊടുത്തില്ല. പക്ഷെ എന്റെ കൂടെ അപ്ലൈ ചെയ്താൽ മറ്റു ചിലരെല്ലാം ഇനിയും കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ കുറച്ചുകൂടെ പൈസ ഒക്കെ അയച്ചു കൊടുത്താൽ അതങ്ങനെ അങ്ങ് പോയി കേട്ടോ. അപ്പൊ എന്തായാലും പിന്നെ എന്നെ സംബന്ധിച്ച് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാനത് ഉപേക്ഷിക്കാൻ കാരണം ഞങ്ങളുടെ കല്യാണം അന്നേരത്തേക്ക് അത്യാവശ്യം കല്യാണം കഴിക്കും എന്നുള്ള ഒരു കാര്യം മനസ്സിൽ ഞങ്ങൾ രണ്ടും തീരുമാനിച്ചല്ലോ. കാരണം വീട്ടുകാർ സമ്മതിച്ചു. എന്തായാലും ഇനി കല്യാണത്തിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ സെറ്റിൽമെന്റിലേക്ക് ഞങ്ങൾ 2 പേരും കൂടെ ആഞ്ഞു പണിതുകൊണ്ടിരിക്കുക. അപ്പൊ നീനായുടെ ക്യൂബക് അപ്ലൈ ചെയ്തിട്ടേക്കുന്ന അവിടെ വാലിഡാ. അപ്പൊ 2 പേരും ഇൻഡിവിജ്വലി 2 ഏജൻസിന് പൈസ കൊടുത്ത് ഇനി മുന്നോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ 1 ലക്ഷം രൂപ കാനഡയ്ക്ക് അപ്ലൈ ചെയ്ത് ഇനി പോയാ പോട്ടെ, അവൻ കൊണ്ട് തിന്നട്ടെ. അവനെ ഞാൻ കണ്ടിട്ടില്ല, അവനെ ഒരു അതെന്തായാലും പോയി. അത് പോയാ പോട്ടെ. ഇനി നമുക്ക് നന്നായി വാ എന്ന് പറഞ്ഞ അവനെ നല്ല ബ്രാക്കി ആ പരിപാടി അവിടെ വിട്ടു. പിന്നെ ഞങ്ങള് നീനായുടെ ക്യൂബക് ഇമിഗ്രേഷന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതിന്റെ ഇടയിലെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ 2014 നവംബറിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ദോഹയിൽ നിന്ന് പോന്നു.